ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് ആണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കുട്ടി ടെലസ്കോപ്പിലൂടെ നക്ഷത്രങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ രണ്ട് കുട്ടികളോടൊന്ന് സംസാരിക്കുകയാണ്. അതിലൊരു കുട്ടി പറയാണ്, എത്ര അകലെയാണ് നക്ഷത്രങ്ങൾ, ഇതിലൂടെ നോക്കുമ്പോൾ വളരെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ മറ്റേ കുട്ടി പറയാണ്, അകലെയുള്ള വസ്തുക്കളെ എങ്ങനെയായിരിക്കും ടെലസ്കോപ്പ് ഇത്ര വ്യക്തമായിട്ട് അടുത്ത് കാണിച്ചു തരുന്നത് എന്ന്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ അകലെയുള്ള വസ്തുക്കളെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഈ കുട്ടികൾക്ക് തോന്നിയ പോലുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോന്ന്. ഇത്രയും ചെറിയ ഡൗട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. നിങ്ങൾ അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടികളാണെന്ന് എനിക്കറിയാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ പത്രം വായിക്കുമ്പോൾ വളരെ അകലെ പിടിച്ചാണ് വായിക്കുന്നത് അല്ലേ. ചിലർ പത്രം വായിക്കുമ്പോൾ വളരെ അടുത്ത് പിടിച്ചാണ് വായിക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ കാണാറുള്ള കാര്യമാണ് ഇതൊക്കെ. പ്രായമായവർ അക്ഷരങ്ങളൊക്കെ വലുതായി കാണാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന റീഡിംഗ് ലെൻസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെൻസുകളൊക്കെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് ടോയ്സ്, സ്പെക്ടക്കിൾസ്, ഡോർ ലെൻസ്. ഇനി ഇതിലേക്ക് കൂടുതൽ സിറ്റുവേഷൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ, ബൈനോക്കുലർ, ഫിലിം പ്രൊജക്ടറിലൊക്കെ ഇതുപോലെ തന്നെ ലെൻസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. What makes these lenses different from a sheet of glass? Let's examine. സാധാരണ ഗ്ലാസ് ഷീറ്റിനെ അപേക്ഷിച്ചിട്ട് ഇത്തരം ലെൻസുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് കനം കുറഞ്ഞ ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ സൂര്യപ്രകാശത്തിനെ ഒരു പേപ്പറിലേക്ക് പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പതിപ്പിച്ചതിന് ശേഷം പേപ്പറും ഗ്ലാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേപ്പറിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഭാഗത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഈ ഒരു പ്രവർത്തനം റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന്. അതായത് പേപ്പറിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ സൂര്യപ്രകാശം ലെൻസിലൂടെ പേപ്പറിൽ പതിക്കുന്നത് ഒരു റൗണ്ട് പോലെ ആയിരിക്കും. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ആദ്യമൊക്കെ കുട്ടികൾ ലെൻസ് ഉപയോഗിച്ചിട്ട് കടലാസൊക്കെ കത്തിക്കാറുണ്ട്, ഇതുപോലെ സൂര്യപ്രകാശം കടത്തി വിട്ടിട്ട്. അപ്പോൾ പേപ്പറിലേക്ക് വന്ന് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഒരു റൗണ്ടിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആ ഒരു വലിപ്പം കുറയുകയും ആ ഭാഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുകയും പിന്നെ കുറച്ച് നേരം അതിങ്ങനെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ അവിടെ നിന്നിട്ട് പുകഞ്ഞ് കത്താൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗ്ലാസ് ഷീറ്റിന് ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ലെൻസിനുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ഒരു പ്രത്യേകത നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. A sheet of glass has uniform thickness, but the thickness of lens is not uniform. അതായത് ഗ്ലാസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്, പക്ഷേ ലെൻസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയല്ല. ഇനി നമ്മൾ ശരിക്കും ചാപ്റ്ററിലേക്ക് കടക്കാണ്. നമുക്കൊരു പഠിക്കാനുള്ളത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലെൻസുകളുണ്ട്, കോൺവെക്സും കോൺകേവും. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒരു ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്കർ ഇൻ ദ മിഡിൽ, അതായത് അതിൻ്റെ സെൻറ്റർ വശം, അത് മധ്യഭാഗം വളരെ കനം കൂടുതലായിരിക്കും. ഷോസ് ദ ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വലുതാക്കി കാണിക്കുക, വസ്തുക്കളെ അത് വലുതാക്കി കാണിക്കുന്നു എന്ന്. ഇത്തരം ലെൻസുകളെ പറയുന്നതാണെന്ത്? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ദ ലെൻസ് യു ആർ നൗ ഫെമിലിയർ വിത്ത് ഈസ് കോൾഡ് കോൺവെക്സ് ലെൻസ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സച്ച് ലെൻസസ് ക്യാൻ കൺവെർജ് ലൈറ്റ് റേസ്. ഈ ഒരു ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശരശ്മികളെ എല്ലാം കൂടിയിട്ട് കൺവെർജ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഈ ഒരു ലെൻസിനുണ്ട്. കൺവെർജ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് റേസിനെ മുഴുവനും കൂട്ടിച്ചേർക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസ് ലെൻസിൻ്റെ മറുവശത്ത് ഒരു പോയിന്റിൽ ചെന്ന് കൂടിച്ചേരാണ് ചെയ്യുന്നത്. ആ ഒരു കൂടിച്ചേരലിനെ പറയുന്നതാണ് കൺവെർജ് ചെയ്യുക എന്ന് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു ലെൻസാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നർ ഇൻ ദ മിഡിൽ, ഇതിൻ്റെ മിഡിൽ ഭാഗം വളരെ തിന്നർ ആയിരിക്കും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, ലെൻസ് ഉപയോഗിച്ചിട്ട് പേപ്പർ കത്തിക്കുന്നത്, അതുപോലെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കാരണം കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെല്ലാം കൂടിയിട്ട് അപ്പുറത്തെ സൈഡിലൂടെ പല സൈഡിലേക്കും തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ, കൺവെർജ് ചെയ്യും. പക്ഷേ ഇവിടെ ലൈറ്റ് റേസ് ഒരിക്കലും ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അത് പല വഴിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺവെർജ് ചെയ്യിക്കാനുള്ള ഒരു കഴിവില്ലാത്തൊരു ലെൻസാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടി വായിക്കാം. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ലെൻസസ് കാനോട്ട് കൺവെർജ് ലൈറ്റ് റേസ്. അതായത് ഇത്തരം ലെൻസുകൾക്ക് ഒരു പ്രകാശരശ്മികളെ ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യിക്കാനുള്ള കഴിവില്ല. സച്ച് ലെൻസസ് ആർ കോൾഡ് കോൺകേവ് ലെൻസസ്. അപ്പോൾ അങ്ങനെയുള്ള ലെൻസുകളെ പറയുന്നതാണ് കോൺകേവ് ലെൻസ് എന്ന്. ഇനി ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം കേട്ടോ. കോൺവെക്സ് ലെൻസിൻ്റെ നോക്കാം. തിക്കർ ഇൻ ദ മിഡിൽ, അതായത് മിഡിൽ ഭാഗം വളരെ തിക്കായിട്ടുള്ളതാണ് അല്ലേ. കോൺകേവ് ലെൻസിൻ്റെയോ തിന്നർ ഇൻ ദ മിഡിൽ. അപ്പോൾ മിഡിൽ ഭാഗം തിന്നായിട്ടുള്ളത് കോൺകേവ് ആണ്. ഓക്കെ അല്ലേ. കോൺവെക്സിൻ്റെ നോക്കാം. തിന്നർ അറ്റ് ദ എഡ്ജ്, കോൺകേവിലെ തിക്കർ അറ്റ് ദ എഡ്ജ്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് എന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ കോൺവെക്സ് പഠിക്കുക, കോൺകേവ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. കോൺവെക്സിലെ അടുത്ത പോയിന്റ് നോക്കാം. വെൻ വ്യൂഡ് ത്രൂ ദിസ് ലെൻസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ചേഞ്ചസ് ആസ് ദ ഡിസ്റ്റൻസ് ടു ദ ഓബ്ജക്റ്റ് ചേഞ്ചസ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലെൻസിലൂടെ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഇമേജിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. ഇനി കോൺകേവിൽ നോക്കാം. വെൻ വ്യൂഡ് ത്രൂ ദിസ് ലെൻസ് ദ ഓബ്ജക്ട്സ് ആർ ഓൾവേസ് സീൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഇനി ഈ ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ വസ്തു എപ്പോഴും ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നതും അതേപോലെ തന്നെ ചെറുതായിട്ടും കാണപ്പെടുന്നു. കോൺവെക്സിലെ അടുത്ത പോയിന്റാണ് കൺവെർജസ് ലൈറ്റ് റേസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശത്തിനെ എന്ത് ചെയ്യുന്നു, കൺവെർജ് ചെയ്യുന്നു. ഇനി കോൺകേവ് വരുമ്പോഴോ ഡൈവേർജസ് ലൈറ്റ് റേസ്, ഡൈവേർജ് ചെയ്യുന്നു, അതായത് പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അയ്യോ ഞാൻ അത് കാണിച്ചു തന്നല്ലോ, ആ ഒരു ഇമേജ് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ലൈറ്റ് റേസ് കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ലെൻസിന്റെ മറുഭാഗത്ത് ലൈറ്റ് റേസ് എല്ലാം പരസ്പരം അകന്നു പോകും. നിങ്ങൾക്കിത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. കോൺകേവ്, കേവ് എന്ന് പറയുമ്പോൾ എന്താ, ഗുഹയാണ് അല്ലെ. ഗുഹ എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നവർ നമ്മൾ ആ ഗുഹയുടെ കയറുന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ അകന്നായിരിക്കും പോവുക അല്ലേ. അപ്പോൾ അകന്നു പോകുന്നു, ഡൈവേർജ് ചെയ്യുന്നു, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പരിചയപ്പെട്ട ഈ രണ്ട് ലെൻസുകളും ഉപയോഗിച്ചിട്ട് അക്ഷരങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസുകളെ ഒരു വശത്തേക്ക് ഇങ്ങനെ നീക്കി നോക്കാൻ. അപ്പോൾ എന്തായിരിക്കും കാണാൻ പറ്റുന്നതെന്ന്. നിങ്ങൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്നതായിട്ട് തോന്നുന്നു. ഇനി നമ്മൾ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ വെൻ എ കോൺകേവ് ലെൻസ് ഈസ് യൂസ്ഡ് ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ അതിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് നീങ്ങുന്നതായിട്ട് തോന്നും. ഇനി അടുത്തത് ലെൻസുകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രവർത്തനമാണ്. ഒബ്സർവ് ദ ഫിഗർ 2.5a ആൻഡ് 2.5b. ഈച്ച് ലെൻസ് ഹാവ് ടു സർഫസസ്. ഓരോ ലെൻസിനും രണ്ട് സർഫസ് ഉണ്ട് അല്ലേ. വെൻ ലൈറ്റ് പാസസ് ത്രൂ ദം റിഫ്രാക്ഷൻ ഒക്കേഴ്സ്. ദാറ്റ് മീൻസ് എ ലെൻസ് ഹാസ് ടു റിഫ്രാക്റ്റിംഗ് സർഫസസ്. അതായത് ഈ ലെൻസിലൂടെയൊക്കെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാറുണ്ടെന്ന്. അതിനർത്ഥം എന്താ, അവയ്ക്ക് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് എ ലെൻസ് ആർ പാർട്ട് ഓഫ്. ലെൻസിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസസ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗങ്ങളാണെന്ന്, അതായത് സ്പിയറിൻ്റെ ആണോ സർക്കിളിൻ്റെ ആണോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തിൻ്റെ ഭാഗങ്ങളാണ്, സ്പിയറിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ. രണ്ട് ഗോളങ്ങൾ അടുപ്പിച്ച് വയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോൺവെക്സ് ലെൻസ് കിട്ടുന്നത്. ഇനി രണ്ട് ഗോളങ്ങൾ കുറച്ച് അകന്നിരിക്കുമ്പോഴാണ് അതിൽ നിന്നും കോൺകേവ് ലെൻസ് നമുക്ക് കിട്ടുന്നത് അല്ലേ. A lens is a transparent medium in which each refracting surface is part of the sphere. അതായത് റിഫ്രാക്റ്റിംഗ് സർഫസസ് ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ലെൻസ് എന്ന് പറയുന്നത് എന്താ, റിഫ്രാക്റ്റിംഗ് സർഫസ് ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ അതാണ് ലെൻസ് കേട്ടോ. അടുത്തത് ലെൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. അതിലുള്ളതാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ചിത്രത്തിൽ 2.6a എന്ന് പറയുന്ന ചിത്രത്തിൽ O എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെൻറ്റർ. ലെൻസിൻ്റെ സെൻറ്ററിനാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാം. അതായത് ഇവിടെ റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അല്ലേ. C1 എന്ന് പറയുന്ന സ്പിയറിൻ്റെ ഒരു ഭാഗമാണ് സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ആ റെഡിങ്. അത് ഞാൻ C1 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ C2 എന്ന് പറയുന്ന സ്പിയറിൻ്റെ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് ഞാൻ C2 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ റിഫ്രാക്റ്റിംഗ് സർഫസസ് രണ്ട് സ്പിയറിൻ്റെ ഭാഗമാണ്. ആ സ്പിയറിൻ്റെ സെൻറ്ററുകളെയാണ് പറയുന്നത് C1 C2 എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ട് സ്പിയറിൻ്റെ സെൻറ്ററാണ് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടേമാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ഓഫ് എ ലെൻസ്. അതായത് C1 C2 O ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനെ പറയുന്നതാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. ലെൻസിലൂടെയൊക്കെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഏരിയനെ പറയുന്നതാണ് എന്ത് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് എസ് ക്യാമറാസ് ആൻഡ് മൈക്രോസ്കോപ്സ് ദ അപ്പർച്ചർ ക്യാൻ ബി വാരിഡ് ബൈ യൂസിങ് ദ സ്റ്റോപ്പ്. അതായത് ക്യാമറ അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് തുടങ്ങിയ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ അപ്പർച്ചർ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്ന്. അതായത് അപ്പർച്ചർ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ബ്രൈറ്റ്നസ് കുറയ്ക്കുക അതുപോലെ തന്നെ ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ അതിനെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ട് അപ്പർച്ചറിൽ വ്യത്യാസം വരുത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഫിഗറിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഏതാണ് കോൺവെക്സ് ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് എന്ന്. മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് കോൺവെക്സ് ലെൻസും താഴെ കൊടുത്തിരിക്കുന്നതാണ് കോൺകേവ് ലെൻസും. ലെൻസുകൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ലെൻസാണ് കോൺകേവ് എന്ന് പറയുന്നത്. അതായത് കേവ് എന്ന് പറഞ്ഞാൽ എന്താ ഗുഹയാണ് അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവ് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് തന്നിരിക്കുന്ന പിക്ചറിൽ C1 C2 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? രണ്ടും സ്പിയറിൻ്റെ 2 സെൻറ്ററുകളാണ് അല്ലേ. അതുകൊണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. വിച്ച് റെഫർ ടു ദ ഒപ്റ്റിക് സെൻറ്റർ. തന്നിരിക്കുന്നവയിൽ ഒപ്റ്റിക് സെൻറ്റർ ഏതാണെന്ന് O ആണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? C1 O C2 ഈ 3 പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇമാജിനറി ലൈനെ പറയുന്നതാണ് എന്ത് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. അതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. ആ പെട്ടിയുടെ 2 സൈഡിൽ ഹോളാക്കിയിട്ടുണ്ട്. A എന്നും B എന്ന് പറയുന്ന ഭാഗത്ത് ഹോളാക്കിയിട്ടുണ്ട്. ആ ഹോളിനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് അടച്ചിട്ടുണ്ട്. അതിനുശേഷം പെട്ടിയുടെ ഉള്ളിൽ ഒരു ലെൻസ് സ്റ്റാൻഡ് വെച്ചിട്ട് അതിലൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ആ പെട്ടിയുടെ ഉള്ളിൽ 1-2 ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക. ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുന്നത് പെട്ടി കത്തിക്കാനല്ല കേട്ടോ. അതായത് നമ്മൾ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തിനെ കടത്തി വിടുമ്പോൾ ആ പ്രകാശം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം ആ ലൈറ്റ് റേസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ പുക നിറയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ. അതിനുശേഷം ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ആദ്യത്തെ ഹോളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ആ കടത്തിവിടുമ്പോൾ ലെൻസിലൂടെ കുറേ പ്രകാശരശ്മികൾ കടന്നു പോകും. അതിൽ പാരലായിട്ടുള്ള ലൈറ്റ് റേസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതായത് ലൈറ്റ് റേസ് പലതരത്തിലും വന്ന് പതിക്കുമല്ലോ. അതിൽ പാരലായിട്ടുള്ളതിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പാരലായിട്ടുള്ള ലൈറ്റ് റേസ് ലെൻസിലൂടെ കടന്ന് ലെൻസിൻ്റെ മറുവശത്ത് ഒപ്റ്റിക് ആക്സിസിലെ ഒരു പോയിന്റിൽ വന്നിട്ട് കൂടിച്ചേരും. ലൈറ്റ് റേസ് വന്ന് പതിക്കുന്ന ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ആ ബോക്സിലൊന്ന് വായിച്ചു തരാം. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് at a point on the optic axis on the other side of the lens. This point is the principal focus of a convex lens. വല്ലതും മനസ്സിലായോ? ഞാനൊന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് ആക്സിസിന് സമീപത്തു കൂടി പാരലായിട്ട് ലെൻസിൽ വന്ന് പതിക്കുന്ന ഈ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. അതിനുശേഷം എന്താ പറഞ്ഞാൽ ലെൻസിൽ വന്ന് പതിക്കുന്ന ഈ ലൈറ്റ് റേസ് റിഫ്രാക്ഷനു ശേഷം മറുവശത്ത്, അതായത് ഇവിടെ ലെൻസിൻ്റെ മറുവശത്ത് ഒപ്റ്റിക് ആക്സിസിലെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് എന്ത് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അത് ക്യാപിറ്റൽ F എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് കേട്ടപ്പോൾ എല്ലാവരുടെയും കിളി പോയോ? കിളിയൊന്നും പോണ്ട. പോയ കിളീനൊക്കെ തിരിച്ചു പിടിച്ചോ. ഞാൻ ജസ്റ്റ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇവിടെ OF 2F എന്ന് പറഞ്ഞാൽ അറിയപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അതിന് പാരലായിട്ടാണ് ഈ ലെൻസിലേക്ക് ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നത്. ഈ ലൈറ്റ് റേസിന് എന്താ സംഭവിക്കുക? ലെൻസിൽ വന്ന് പതിക്കുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എന്താ ചെയ്യുക? അങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് ചെന്നിട്ട് അതെല്ലാം കൂടി കൂടിച്ചേരും. ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് എന്ത് ഫോക്കസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, അത്രയേ ഉള്ളൂ.
ഈ എക്സ്പെരിമെൻറ്റിൽ എ എന്ന് പറയുന്ന ഹോളിൽ കൂടെയാണ് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ കടത്തിവിട്ടത് അല്ലേ. ഇനി ഈ സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തിനെ ബി എന്ന് പറയുന്ന ഹോളിലൂടെ കടത്തിവിടാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും എന്ത് കിട്ടുന്നത്? ഫോക്കസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം എയിലൂടെ കടത്തിവിട്ടപ്പോൾ F1 എന്ന് പറയുന്നൊരു ഫോക്കസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി ബിയിലൂടെയാണ് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം കടത്തിവിടുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ, അതായത് F1ൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും F2 എന്ന് പറയുന്നൊരു ഫോക്കസ് കിട്ടുക. അപ്പോൾ ഒരു ലെൻസിന് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ഫോക്കസിൻ്റെയും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും. ഓക്കെ ആണല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കൂടി ഒന്ന് വായിക്കാം. സോ സച്ച് ലെൻസസ് ഹാവ് ടു പ്രിൻസിപ്പൽ ഫോസൈ, വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലെൻസ്. ദീസ് ഫോസൈ ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി ഒപ്റ്റിക് സെൻറ്റർ. അതായത് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് രണ്ടും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും തുല്യാകലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് കൺസിഡേർഡ് റിയൽ ബിക്കോസ് ലൈറ്റ് റേസ് പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷനു ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണെന്ന് പറയാനുള്ള കാരണം. To find the approximate focal length of a convex lens, the distant object method can be used. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഏകദേശം ഒരു ഫോക്കൽ ലെങ്ത് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. പ്രൊജക്ട് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ട്രീ ഓർ എ ബിൽഡിംഗ് ഓൺ ടു എ സ്ക്രീൻ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. അതായത് ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് അകലെയുള്ള ഒരു മരത്തിൻ്റെയോ ഒരു കെട്ടിടത്തിൻ്റെയോ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കുക. മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഇമേജ് യൂസിങ് എ സ്കെയിൽ. ദീസ് distance is the approximate focal length of that lens. അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലെൻസും ഇമേജും തമ്മിലുള്ള അകലം അളക്കുക. അപ്പോൾ ഈ ഒരു ദൂരമാണ് ലെൻസിൻ്റെ ഏകദേശ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ മാത്രം ഇത് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ അല്ലാട്ടോ അത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എഴുതിയാൽ മതി. അതായത് ദ ഫോക്കൽ ലെങ്ത്തിന് സ്മോൾ ലെറ്റർ F ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ ഒരു പിക്ചറിൽ O മുതൽ ക്യാപിറ്റൽ F വരെയുള്ള ദൂരത്തെ പറയുന്നതാണ് എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒപ്റ്റിക് സെൻറ്റർ തുടങ്ങിയിട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരത്തെ പറയുന്നതാണ് ഫോക്കൽ ലെങ്ത് എന്ന്. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെൻറ്റ്, അത് പെട്ടിയിലുള്ള പുകയൊക്കെ നിറച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് അല്ലോ, അതിൽ കോൺവെക്സ് ലെൻസാണ് നമ്മൾ ഉപയോഗിച്ചല്ലേ. ഇനി കോൺവെക്സ് ലെൻസിന് പകരം കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോയതല്ലേ. ഇവിടെ ലൈറ്റ് റേസ് എല്ലാം കൂടി പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യണത്. കണ്ടല്ലോ ചിത്രത്തിൽ. ലെൻസിൻ്റെ മറുഭാഗത്തു കൂടെ അകന്നു പോകുന്ന പ്രകാശരശ്മികൾ നമ്മൾ ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വരുന്ന ഭാഗത്തുള്ള ഒപ്റ്റിക് ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ ആയിരിക്കും തോന്നുക നമുക്ക് അല്ലേ. ആ ഒരു പോയിന്റിൽ നിന്നാണ് അത് പരസ്പരം അകന്നു പോകുന്നത് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് എന്ത്? കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ചിലതൊന്നും കൂടി വായിക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് റേസ് പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ത്രൂ ദ കോൺകേവ് ലെൻസ്. അതായത് കോൺകേവ് ലെൻസിലൂടെ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസിൻ്റെ ഡയറക്ഷന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഹിയർ ദ റിഫ്രാക്റ്റഡ് റേസ് അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. അപ്പോൾ ഇവിടെ ഈ റിഫ്രാക്റ്റഡ് റേസ് ഒരു പോയിന്റിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. This point is the principal focus of the concave lens. A concave lens diverge the rays of light. അതായത് ഈ ഒരു പോയിന്റിനെ പറയുന്നതാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന്. കോൺകേവ് ലെൻസ് ഈ ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് കോൺകേവ് ലെൻസിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് റേസ് പരസ്പരം അകന്നു പോകും. ഇനി നമ്മൾ ആ ലൈറ്റ് റേസ് ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് ആ ഭാഗത്തുള്ള ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഒരിക്കലും റിയൽ ആയിരിക്കില്ല. അതായത് ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് പറയാം അതൊരിക്കലും റിയൽ അല്ല എന്ന്. ഓക്കെ അല്ലേ? അതിവിടെ എത്തിയിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ അതുകൂടി വായിക്കാം. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അപ്പിയർ ടു ഡൈവർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺകേവ് ലെൻസിൻ്റെ ഒപ്റ്റിക് ആക്സിസിൻ്റെ സമീപത്തു കൂടി അതിന് പാരലലായിട്ട് ലെൻസിൽ പതിക്കുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷനു ശേഷം
സെയിം സൈഡിലെ ഒപ്റ്റിക് ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ ഒരു പോയിന്റിനെ പറയുന്നതാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ലൈറ്റ് റേസ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കടത്തിവിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കോൺകേവ് ലെൻസിന് 2 പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടെന്ന്. ഇവിടെ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. ഡു റിഫ്രാക്റ്റഡ് റേസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ റിഫ്രാക്റ്റഡ് റേസ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടോയെന്ന്. കടന്നു പോകുന്നില്ലല്ലോ. If so, is the principal focus of a concave lens considered virtual or real? അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വെർച്വൽ ആണോ റിയൽ ആയിട്ടാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന്. വെർച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മിഥ്യാധാരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നമുക്ക് ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അതിനെയാണ് നമ്മൾ വെർച്വൽ എന്ന് പറയുന്നത്. അങ്ങനെ വെർച്വൽ ആണോ റിയൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് വെർച്വൽ ആണ് അല്ലേ. നെക്സ്റ്റ് ആണ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. ലെൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇമേജ് ഫോർമേഷൻ. ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഒരു പിക്ചറിലുള്ള ജനലിൻ്റെ ഒരു ഇമേജ് ചുമരിലേക്ക് പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടും കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടും ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ഇമേജ് ചുമരിലേക്ക് പതിപ്പിക്കാൻ പറ്റുള്ളൂ. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇമേജിനെ സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞിട്ടുള്ളത് വായിച്ചു നോക്കാം. ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ റിയൽ ഇമേജസ്. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന ഇമേജുകളെ പറയുന്നതാണെന്ത്, റിയൽ ഇമേജ് എന്ന് പറയുന്നത്. പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഫോർ റിയൽ ഇമേജസ്. റിയൽ ആയിട്ടുള്ള ഇമേജുകൾക്ക് എക്സാമ്പിൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇമേജ് ദാറ്റ് ഈസ് ക്യാപ്ചേർഡ് ഓൺ എ ക്യാമറയിൽ ലഭിക്കുന്ന ഇമേജ്. പിന്നെ അതുപോലെ തന്നെ ഇമേജ് ദാറ്റ് ഈസ് ഫോംഡ് ഓൺ എ സിനിമ സ്ക്രീൻ, അതായത് സിനിമ സ്ക്രീനിൽ രൂപപ്പെടുന്ന ഇമേജ്. ഇത് നമുക്ക് അടുത്തത് പറയാം. ഇമേജ് ഫോംഡ് ഇൻ അവർ ഐ, നമ്മുടെ കണ്ണിൽ രൂപം കൊള്ളുന്ന ഇമേജ്. ഇനി അടുത്താണ് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇമേജ് ഫോർമേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രത്തിൽ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിനെയാണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് എടുക്കുന്നത്. ആ മെഴുകുതിരിനെയാണ് നമ്മൾ അതിൻ്റെ ഇമേജാണ് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ മെഴുകുതിരിക്കും സ്ക്രീനിലും ഇടയിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരിയിൽ നിന്നുള്ള പ്രകാശം ലെൻസിലൂടെ കടന്നു പോയിട്ട് സ്ക്രീനിൽ പതിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ പതിപ്പിക്കുന്ന ഒരു ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന മെഴുകുതിരി, അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, ആ മെഴുകുതിരിയുടെ സ്ഥാനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കണ്ട ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ഇമേജിനെ ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ വസ്തുവിനെ നമ്മൾ F 2F അപ്പുറത്ത് അങ്ങനെയൊക്കെ വെച്ചിട്ട് പല ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഇമേജ് ഫോർമേഷൻ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അത് കണ്ടെത്തിയതിന് ശേഷം വേണം താഴെ തന്നിരിക്കുന്ന ടേബിളിൽ എഴുതാൻ. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അതിലെ ആദ്യത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ്. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് റേ ലെൻസിൽ വന്ന് പതിക്കുന്നുണ്ട് അല്ലേ. അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ലെൻസിൻ്റെ മറുവശത്തുള്ള F എന്ന് പറയുന്ന പോയിന്റിലൂടെ അത് കടന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് തന്നിരിക്കുന്ന ബോക്സിൽ ഒന്ന് എഴുതാം. ഈ ഒരു പോയിന്റ് തന്നിരിക്കുന്ന ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വായിക്കാം. എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. അതായത് ഒരു പോയിന്റിൽ നിന്നും ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കോൺവെക്സ് ലെൻസിൽ വന്ന് പതിക്കുന്ന ആ ഒരു ലൈറ്റ് റേസിന് എന്താ സംഭവിക്കുന്നത്, പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി അതർ സൈഡ്. അതായത് മറുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ അത് കടന്നു പോകുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിഗർ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി ഒപ്റ്റിക് സെന്റർ. അതായത് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസിന് എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ. ഒന്നും സംഭവിക്കില്ല, ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ അത് നേരെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് എ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ഫോക്കസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻസിഡൻറ്റ് ഓൺ ദി ലെൻസ്. അതായത് ആ വസ്തുവിൻ്റെ അതേ വശത്തുള്ള ഫോക്കസിലൂടെ കടന്ന് ലെൻസിൽ പതിക്കുന്ന ലൈറ്റ് റേസിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇറ്റ് പാസസ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്തായാലും ഓർത്ത് വയ്ക്കുക. അത് എന്തായാലും പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് ലെൻസിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ മറുവശത്തുള്ള ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ രണ്ടാമത് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന് ഡീവിയേഷനൊന്നും സംഭവിക്കില്ല. ഇനി അടുത്തത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലുള്ള ഫോക്കസിലൂടെയാണ് കടന്നു വന്നിട്ട് ലെൻസിൽ പതിക്കുന്നതെങ്കിൽ അത് മറുവശത്ത് എങ്ങനെയായിരിക്കും പോകുന്നത്, ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. എ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം എ പോയിന്റ് ഓൺ ആൻ ഒബ്ജക്റ്റ് ആൻഡ് പാസിംഗ് ത്രൂ എനി പോയിന്റ് ഓഫ് ലെൻസ്
ഫോളോസ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെൻസിലെ ഏത് ബിന്ദുവിലൂടെ ഏത് പോയിന്റിലൂടെ കടന്നു പോയാലും ലൈറ്റ് റേസിൻ്റെ ആ ഒരു പാത്ത് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ലോസിന് അനുസരിച്ചായിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 കാര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ഫിഗർ 2.14 have you seen that the light rays which have taken different path pass through a single point. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഒരു പിക്ചറിൽ നമുക്ക് മനസ്സിലാകും, അതായത് ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെൻസിലൂടെ പല പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. ഹിയർ ദ ഇമേജ് ഓഫ് എ ഈസ് ഫോംഡ് അറ്റ് ഡി. സിമിലർലി ദ ഇമേജ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ദി കൺവെർജൻസ് ഓഫ് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി കറസ്പോണ്ടിങ് പോയിന്റ്സ്. ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു സ്ക്രീൻ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ ഇമേജ് സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ലൈറ്റ് റേസ് എല്ലാം കൂടി വരുന്നത്. അത് ലെൻസിലൂടെ കടന്നിട്ട് ഡി എന്ന് പറയുന്ന ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ടാണ് അത് കൺവെർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സ്ക്രീൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് ആ സ്ക്രീനിൽ പതിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ വരയ്ക്കാനുള്ളതൊക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി എന്തായാലും അത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റിനെ പല സ്ഥാനങ്ങളിൽ വെച്ചിട്ട്, അതായത് എഫിൽ 2Fന് ബിയോണ്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് ഇമേജ് ഫോം ചെയ്യുന്നത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബിയോണ്ട് 2F തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് OB എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് ലെൻസിൽ വന്ന് പതിക്കുകയാണ് അല്ലേ. ഒരെണ്ണം നേരെ ലെൻസിൽ പാരലൽ, അതായത് ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് ലെൻസിൽ വന്ന് പതിക്കുന്നുണ്ട്. ഒരെണ്ണം ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു പോകുന്നുണ്ട്. ആ 2 ലൈനുകൾ തമ്മിൽ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എഫിനും 2Fനും ഇടയിലാണ് കിട്ടുന്നത്. IM എന്ന് പറയുന്നതാണ് ഇവിടെ OB എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് തല കീഴായിട്ടാണ് കിട്ടുന്നത് അല്ലേ. അത് കൂടാതെ വസ്തുവിൽ നിന്നും ചെറുതായിട്ടാണ് കിട്ടുന്നത്. കൊടുത്തിട്ടുണ്ട് പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F ഓൺ ദി അതർ സൈഡ്. അതായത് മറുവശത്ത് Fനും 2Fനും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ആണ്, അതായത് തല കീഴായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഡിമിനിഷ്ഡ് ആണ്, അതായത് ചെറുതാണ്. പിന്നെ എന്തോ റിയൽ ആണ് അല്ലേ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് അത് നമുക്ക് പറയാം റിയൽ ആണെന്ന് പറയാം. ഒബ്ജക്റ്റ് അറ്റ് 2F, ഒബ്ജക്റ്റിനെ 2Fൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങളെടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഒബ്ജക്റ്റിനെ 2Fൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ ഒരെണ്ണം ലെൻസിൽ ഒന്ന് പതിക്കുകയാണ്. അതിനുശേഷം അത് മറു സൈഡിലുള്ള ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. സെക്കൻഡ് റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോയതിന് ശേഷം ഫോക്കസിലൂടെ കടന്നു വന്നതും ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു വന്നതും കൂടി ഒരുമിച്ച് 2F എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കൂടിച്ചേരാണ് ചെയ്യുന്നത്, കൺവെർജ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ വസ്തുവിനെ നമ്മൾ 2Fൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് 2Fൽ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം നിങ്ങൾ 2 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ 2Fൽ നിന്നും 2Fലേക്കുള്ള ദൂരം 2 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. മനസ്സിലായല്ലോ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും Fലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയാവണം 2Fലേക്കുള്ള ദൂരം. മനസ്സിലായോ. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും Fലേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും 2Fലേക്ക് അതിൻ്റെ ഇരട്ടി എടുക്കണം, അതായത് 4 എടുക്കണം. മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ 2 എടുത്താൽ മതി, അല്ലെങ്കിൽ 3 നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. മനസ്സിലായല്ലോ. താഴെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് എഴുതാം. അതായത് പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് അറ്റ് 2F ഓൺ ദി അതർ സൈഡ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഇൻവെർട്ടഡ്, റിയൽ ആൻഡ് ഹാവിങ് ദി സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇമേജിനും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. വസ്തു Fനും 2Fനും ഇടയിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഇവിടെ AB എന്ന് പറയുന്നതാണ് നമ്മുടെ വസ്തു. അതിൽ A എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നും ലൈറ്റ് റേ ലെൻസിൽ വന്ന് പതിച്ചതിന് ശേഷം Fലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം മറ്റൊരു റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം Fലൂടെയും ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു വന്ന റേസ് ലെൻസിൻ്റെ മറു സൈഡിൽ 2Fൻ്റെ അപ്പുറത്ത് വന്നാണ് കൺവെർജ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് കിട്ടുന്ന ഇമേജ്. അപ്പോൾ ഇവിടെ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് ബിയോണ്ട് 2F ഓൺ ദി അതർ സൈഡാണ്. ഞാൻ എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇൻവെർട്ടഡ് ആണ്, തലകീഴായത്, റിയൽ ആൻഡ് മാഗ്നിഫൈഡ്. റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ളതാണ്, മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് അറ്റ് F ആണ്. ഒബ്ജക്റ്റ് Fൽ വയ്ക്കുമ്പോൾ ലൈറ്റ് റേസ് കൺവെർജ് ചെയ്യില്ല, അത് പരസ്പരം പാരലായിട്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതോ ഒരു ബിന്ദുവിൽ ഏതോ ഒരു പോയിന്റിൽ ചെന്നിട്ട് അതിന് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്.
ചോദിച്ചിട്ടുണ്ട്, ഡു റിഫ്രാക്റ്റഡ് റേസ് കൺവെർജ്? നോ, റിഫ്രാക്റ്റഡ് റേസ് കൺവെർജ് ചെയ്യുന്നില്ല. വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്? ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഇമേജ് ഫോർമേഷൻ നടക്കാത്തതിന് കാരണം കൂടി ഒന്ന് പറയാം. ദ റിഫ്രാക്റ്റഡ് റേസ് ആർ പാരലൽ, സോ ദേ ഡു നോട്ട് കോയിൻസൈഡ്, ബട്ട് അറ്റ് ഇൻഫിനിറ്റി ദേ കോയിൻസൈഡ് ആൻഡ് ആൻ ഇമേജ് ഈസ് ഫോംഡ് ദെയർ. അപ്പോൾ റിഫ്രാക്റ്റഡ് റേസ് പാരലായിട്ടാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ അവ കോയിൻസൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഫിനിറ്റിയിൽ വെച്ച് അവ കൂടിച്ചേർന്ന് ഒരു ഇമേജ് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പൊസിഷൻ ഓഫ് ദ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇൻവെർട്ടഡ്, റിയൽ ആൻഡ് എൻലാർജ്ഡ് എന്ന് പറയാം. ഇത് നമുക്ക് നോക്കാനുള്ളത്, ഒരു കോൺവെക്സ് ലെൻസ് എപ്പോഴും റിയൽ ഇമേജ് തന്നെയാണോ ഫോം ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ്, ഇവിടെ ഒബ്ജക്റ്റിന് വെച്ചിരിക്കുന്നത് എഫിനും ലെൻസിനും ഇടയിലാണ്. ഒബ്സർവ് ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ ഒപ്റ്റിക് സെൻറ്റർ. ഓക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, ഇമേജ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്ത് പറയാം, ഇറക്റ്റാണ്, നിവർന്നതാണ്, വെർച്വലാണ്. നമുക്ക് എന്താ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല അല്ലേ, അതായത് അത് ശരിക്കും പാരലായിട്ടാണ് കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് പറയാം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സെയിം സൈഡിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്താ പറയുക, അത് വെർച്വലാണെന്ന് പറയാം അല്ലേ. കൂടാതെ വസ്തുവിനേക്കാൾ വലുതാണ്, എൻലാർജ്ഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആണെന്ന് കൂടി പറയാം കേട്ടോ. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്, ഇതുപോലത്തെയാണ് എക്സാമിന് ചോദിക്കാറ് കേട്ടോ. Here, do the light rays coming from the object and passing through the lens pass through a common point? അതായത് ഇവിടെ ഒരു വസ്തുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ പൊതുവായിട്ട് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ടോന്ന്, പോയിന്റ് കടന്നു പോകുന്നില്ലല്ലോ, അത് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലേ. ആർ ഇൻ ദ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദി ഒബ്ജക്റ്റ് ഡൈവേർജിങ്. വെൻ വി ഒബ്സർവ് ദിസ് ഒബ്ജക്റ്റ് ഫ്രം ദി അതർ സൈഡ് ഓഫ് ദ ലെൻസ് വി ക്യാൻ സീ ദി മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ആ വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പരസ്പരം ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ലെൻസിൻ്റെ മറുഭാഗത്ത് ഈ ഒരു വസ്തുവിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ഇമേജ് അവിടെ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഇമേജിനെ പറയുന്നതാണ് എന്ത്, വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. Thus the image that cannot be obtained on the screen but can only be seen is virtual. The image that cannot be captured on a screen but can only be seen are virtual images. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായിട്ടുള്ള ഇമേജസിനെ പറയുന്നതാണ് എന്ത്, വെർച്വൽ ഇമേജസ് എന്ന് കേട്ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞത് കോൺവെക്സ് ലെൻസിലൂടെയുള്ള ഇമേജിൻ്റെ ഫോർമേഷനാണ് അല്ലേ. ഇനി നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇമേജ് ഫോർമേഷൻ നോക്കാം. ഇവിടെ ആദ്യത്തെ ഒരു ഫിഗറിൽ 2.19a തന്നിട്ടുള്ളത് റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ലെൻസ്. ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വന്ന് പതിക്കുന്ന ലൈറ്റ് റേക്ക് റിഫ്രാക്ഷന് ശേഷം എന്താ സംഭവിക്കുന്നത്, പാസസ് ആസ് ഇഫ് ഇറ്റ് കംസ് ഫ്രം ദി പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു. അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തിട്ട് പിന്നെ നമുക്ക് തോന്നുന്നത് എന്താ, ഇറ്റ് കംസ് ഫ്രം ദി പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു. നോക്കാം, ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദി അതർ സൈഡ്. ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അതായത് മറുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിനെ ലക്ഷ്യമാക്കിയിട്ട് ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസിന് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പറയാം, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ്, ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു എന്ന് പറയാം. നോക്കാം, റൈസ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി ഒപ്റ്റിക് സെൻറ്റർ, ഒപ്റ്റിക് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റൈ ഓഫ് ലൈറ്റിന് എന്താ സംഭവിക്കുന്നത്, ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ അങ്ങനെ എഴുതാം. ഇനി ഇവിടെ വസ്തുവിനെ എഫിനും 2Fനും ഇടയിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അല്ലേ. എഫിനും 2Fനും ഇടയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് ഒരിക്കലും കൺവെർജ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ലൈറ്റ് റേസ് കോൺകേവ് ലെൻസിൽ വന്ന് പതിച്ചതിന് ശേഷം അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുകയാണ് അല്ലേ, ഫോക്കസിൽ നിന്നും വരുന്നത് പോലെ ഒന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ ഡോട്ട് ഇട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈനും ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോയ ലൈനും കൂടി എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് വളരെ ചെറിയൊരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എവിടെയായിരിക്കും, ഒപ്റ്റിക് സെൻറ്ററിനും എഫിനും ഇടയിലാണ് ഇവിടെ വളരെ ചെറിയൊരു ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. പൊസിഷൻ ഓഫ് ദി ഇമേജ് നമുക്ക് പറയാം, ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ് ഓൺ ദി സെയിം സൈഡ്. ക്യാരക്ടറിസ്റ്റിക്സിൽ ഇറക്റ്റ്, വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്. അടുത്തത് നിങ്ങളടുത്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്, എഫിനും ലെൻസിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ
ഒ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നും ലൈറ്റ് റേ കോൺകേവ് ലെൻസിൽ ഒന്ന് പതിക്കുകയാണ്, അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എഫ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഡോട്ട് ഇട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോവുകയാണ്. ആ രണ്ട് റേസും കൂട്ടിമുട്ടുന്നിടത്താണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിനെ IM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇമേജ് ഫോർമേഷൻ വരുന്നത് ഒബ്ജക്റ്റിനും അതുപോലെ ലെൻസിനും ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദ ലെൻസ് ഓൺ ദി സെയിം സൈഡ് എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജിൽ നമുക്ക് പറയാം ഇറക്റ്റ് ആണ്, അതുപോലെ തന്നെ വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് എന്ന് പറയാം അല്ലേ. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത്, അതുപോലെ തന്നെ വെർച്വൽ ആണ്, പിന്നെ അതുപോലെ ഡിമിനിഷ്ഡും ആണ്, ചെറുതുമാണ്. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് എന്നോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.